മിഠായി വിതരണത്തിലെ വിവാദത്തിൽ ന്യായീകരണവുമായി വി മുരളീധരൻ ഓരോ കുട്ടിക്കായി വിതരണം ചെയ്താൽ മന്ത്രി അടക്കമുള്ളവർ കാത്തു നിൽക്കേണ്ടി വരും. വേഗത്തിൽ വിതരണം പൂർത്തിയാക്കാനാണ് മേശതോറും ഒന്നിച്ചു നൽകിയതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിശദീകരണം. ചെറിയ കാര്യത്തിനാണ് CPIM ജാതി വിദ്വേഷത്തിന്റെ നിറം കൊടുക്കാൻ ശ്രമിച്ചത്. വസ്തുത തിരക്കാത്ത മാധ്യമങ്ങൾ വാർത്ത ഏറ്റെടുത്തുവെന്നും മുരളീധരൻ പറയുന്നു. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹാൻസ്, ഇപ്പോ MLA വിഷയത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇതൊരു ദുഷ്പ്രചാരണം എന്ന കണക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത് പക്ഷേ കേരളത്തിന് ബോധ്യപ്പെടുമോ? തീർച്ചയായും ഇല്ല സേതു. കാരണം ആ ദൃശ്യങ്ങൾ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. കാരണം കുട്ടികൾക്ക് കയ്യിൽ കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിൽ മേശയിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആരും അംഗീകരിക്കുന്ന കാര്യമല്ല. നമ്മൾ ജനങ്ങളോടടക്കം പ്രതികരണം തേടിയപ്പോൾ അത്തരം പ്രതികരണങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മണിക്കൂറുകൾ പിന്നിട്ടതിന് ശേഷമാണ് BJP നേതാവും കഴക്കൂട്ടം MLAയുമായിട്ടുള്ള വി മുരളീധരൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം, അതിനേക്കാൾ ഉപരി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ന്യായീകരണം ലഭ്യമായിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ ട്രൈബൽ സ്കൂളിലെ കട്ടേല ട്രൈബൽ സ്കൂളിലെ പരിപാടിയിൽ അധ്യക്ഷനായി പങ്കെടുക്കേണ്ടത് അദ്ദേഹമായിരുന്നു. ഈ പരിപാടി തുടങ്ങുന്ന സമയത്താണ്, കൃത്യം ആ സമയത്താണ് ആ സ്കൂളിലേക്ക് എത്തുന്നത്. കുട്ടികൾക്ക് നൽകാൻ വേണ്ടി മിഠായി കയ്യിൽ കരുതിയിരുന്നു. പക്ഷേ പരിപാടി തുടങ്ങുന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ മന്ത്രി അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ ആ സ്കൂളിൽ എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ഇനിയിപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓരോ വീതം, അല്ലെങ്കിൽ ഓരോ കുട്ടികൾക്കും വീതം ഇത്തരത്തിൽ മിഠായി നൽകി കഴിഞ്ഞാൽ അത് സമയത്തെ ബാധിക്കും. മന്ത്രി അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ കാത്തിരിക്കേണ്ടി വരും. ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരുമിച്ച് മേശപ്പുറത്ത് കുട്ടികൾക്ക് മിഠായി നൽകിയത് എന്നുള്ളൊരു വിചിത്ര ന്യായീകരണമാണ് ഇത്തരത്തിൽ വി മുരളീധരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ കടുത്ത വിമർശനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPIMനെതിരെ ഈ വി മുരളീധരൻ ഉന്നയിക്കുന്നുണ്ട്. വി മുരളീധരൻ പറയുന്നതനുസരിച്ച് കൊടും വിഷമാണ് CPIM കുഞ്ഞുങ്ങൾക്കുള്ളിൽ കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചത് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ മുൻ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. സേതു. ഓക്കെ ഹാൻസ്, ശരി.